ഏവർക്കും ട്രീ കിച്ചണിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വീട്ടിൽ മഞ്ഞൾ കൃഷി ചെയ്ത് വിളവെടുത്ത മഞ്ഞളാണ് ഇത്. ഇതിനെ ഉണക്കി പൊടിച്ച് മഞ്ഞൾപ്പൊടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. മഞ്ഞൾ കൃഷി ചെയ്തിട്ടുള്ളത് ടെറസിന് മുകളിൽ ഗ്രോ ബാഗിലായിട്ടാണ്. വിളവെടുക്കാൻ സമയമാകുമ്പോഴേക്കും മഞ്ഞളിൻ്റെ ഇല ഇതുപോലെ ഉണങ്ങി വരും. ഈ സമയമാകുമ്പോഴേക്കും മഞ്ഞൾ വിളവെടുക്കാവുന്നതാണ്. ഇതാ മഞ്ഞൾ വിളവെടുക്കുന്നതാണ്. ഗ്രോ ബാഗ് തറയിലേക്ക് തട്ടിയതിന് ശേഷം ഇതുപോലെ മണ്ണിൻ അടിയിൽ നിന്നും ഓരോന്നായി ഇളക്കിയെടുക്കാം. 6 ഗ്രോ ബാഗിൽ നിന്നായി ഇത്രയും മഞ്ഞൾ ലഭിച്ചിട്ടുണ്ട്. ഇതിനെ എങ്ങനെയാണ് ഉണക്കി പൊടിച്ചെടുക്കുന്നത് നോക്കാം. ഇവിടെ ഇതാ മഞ്ഞൾ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വലിപ്പം കൂടിയ മഞ്ഞൾ 2ആയി പിളർന്നിട്ട് കൊടുക്കാവുന്നതാണ്. എന്നാൽ മാത്രമേ മഞ്ഞൾ നന്നായി വെന്ത് കിട്ടുകയുള്ളൂ. മഞ്ഞൾ നന്നായി വെന്താൽ മാത്രമേ പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയുള്ളൂ. ഇതിനെ നന്നായി തിളപ്പിച്ച് വേവിച്ചെടുക്കണം. മഞ്ഞൾ ഇട്ട് കൊടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അടുപ്പിൽ വെച്ച് നന്നായി വേവിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ മുകൾ വശത്തുള്ള മഞ്ഞളും വെന്ത് കിട്ടുകയുള്ളൂ. 20 മിനിറ്റ് സമയം ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. മഞ്ഞൾ വെന്തോ എന്നറിയാനായി ഇതുപോലെ ഒരു ഈർക്കിൽ കൊണ്ട് കുത്തി നോക്കുക. ഈർക്കിൽ കുത്തി ഇതുപോലെ വരികയാണെങ്കിൽ മഞ്ഞൾ വെന്തു എന്ന് മനസ്സിലാക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ ഈർക്കിൽ കൊണ്ട് കുത്തിയെടുക്കാനായി സാധിക്കും. ഇവിടെ ഇതാ മഞ്ഞൾ വെന്ത് വന്നിട്ടുണ്ട്. ഇതിനെ വെള്ളം മാറുന്ന ശേഷം വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം. ഇത് ഒരാഴ്ചയോളം നല്ല വെയിലത്തിട്ട് ഉണക്കി അതിൻ്റെ പുറംതോൽ കളഞ്ഞതിന് ശേഷം എടുത്തിട്ടുള്ള മഞ്ഞളാണ്. പുറംതോൽ കളയാനായി ഉണങ്ങിയ മഞ്ഞൾ ഒരു ചാക്കിലാക്കിയ ശേഷം നന്നായി തട്ടിക്കൊടുക്കണം. അപ്പോഴേക്കും അതിൻ്റെ മഞ്ഞളിൻ്റെ പുറംതോൽ കിട്ടും. അതിനെ കളഞ്ഞ ശേഷം ഇതുപോലെ മഞ്ഞൾ മാറ്റിയെടുക്കാം. അങ്ങനെ ലഭിച്ച മഞ്ഞളാണ് ഇത്. മഞ്ഞൾ ഉണങ്ങിയോ എന്നറിയാനായി ഇതുപോലെ കയ്യിലെടുത്ത് ഒടിച്ചു നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ 2ആയി ഒടിഞ്ഞു വരും. ഇതാ ഇവിടെ മഞ്ഞൾ നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട്. ഇതിനെ മില്ലിൽ കൊടുത്ത് പൊടിച്ചെടുക്കാം. ഇത് മില്ലിൽ കൊടുത്ത് പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയാണ്. ഇതിൽ 3/4 കിലോ മഞ്ഞൾപ്പൊടി ലഭിച്ചിട്ടുണ്ട്. ഇത്രയും മഞ്ഞൾ പൊടിച്ചപ്പോഴേക്കും 3/4 കിലോ മഞ്ഞൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ശുദ്ധമായ മഞ്ഞളാണിത്. എല്ലാവരും ഇതുപോലെ വീട്ടുവളപ്പിൽ മഞ്ഞൾ കൃഷി ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ട് താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. ഓൾ എന്ന ഓപ്ഷൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും ലഭിക്കുന്നതായിരിക്കും. അടുത്ത വെറൈറ്റി വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.